അച്ഛന് തലവേദന എടുത്തിരിക്കാൻ അറിയത്തില്ലേ? കുറച്ചേരം അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഉമ്മ ബഹളം വെച്ചോണ്ട് വന്നോളൂ. എന്താണ് ഇവിടെ ബഹളം? എന്റെ അമ്മ എനിക്ക് നല്ല തലവേദന എടുത്തിരിക്കുക. പിള്ളേർ രണ്ടും എപ്പോഴും അലമ്പും ബഹളം മാത്രം. മനുഷ്യരൊന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണ്ടേ? തലവേദന ഇതിപ്പോ തുടങ്ങി? എന്താന്ന് അറിയത്തില്ല. നല്ല തലവേദന ഉണ്ട്, നല്ല പെരുത്തിരിക്കുക. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ? ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. രണ്ടാളും മിണ്ടണ്ട. പിണങ്ങിപ്പോണ്. എന്റെ പൊന്നമ്മ, ഇടയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ പിള്ളേർ എപ്പോഴും ബഹളം വെച്ചോണ്ടിരിക്കും. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണ്ടേ? ഹോസ്പിറ്റലിൽ പോണെന്ന് ഉറപ്പാണോ? ഇല്ല, വേണ്ട വേണ്ട. കുഴപ്പമില്ലേ? ഇല്ല അമ്മ, ഓക്കെയാ. എന്തോന്നല്ലേ ചൂസേ? ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ. ആ ആയിക്കോട്ടെ. നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ അമ്മായി വന്നിട്ട് പറഞ്ഞു നിനക്കെന്താ പല്ലുവേദനയോ തലവേദന എന്തൊക്കെയാണെന്ന്? ആ, തലവേദന ഉണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് എന്താ പറയാഞ്ഞ? ലച്ചൂസിന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ തലവേദന ഞാൻ തന്നെ സഹിക്കണ്ടേ? ആ, എന്താ സിദ്ധു അങ്ങനത്തെ ഒരു വർത്താനം? ലച്ചു ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാതെ പോയി. ഇറിറ്റേറ്റ് ചെയ്യാതെ പോയെന്നാ? അതെ, എന്താ എന്താ പറ്റിയേ? ലച്ചു ചുമ്മാ കളിക്കില്ലേ? എടാ നീ എന്റെ അടുത്ത് കാര്യം പറ. എന്താ കാര്യം പറ. ഒരു കാര്യമില്ല. തലവേദനയാണോ? തലവേദന ഉണ്ട്. എന്നാ ഞാൻ തലയിരുമി തരട്ടെ? വേണ്ട. എന്നാ ഹെഡ് മസാജ് ചെയ്ത് തരാം. ലച്ചു ഞാൻ പറഞ്ഞു കേട്ടോ, കളിക്കില്ലെന്ന്. പിന്നരിച്ചോണ്ട് വരുവാ. എടാ എന്താടാ? എടാ നിന്റെ വേദന എന്ന് പറയുന്ന എന്റെയും കൂടെ വേദനയല്ലേ? നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം ഞാനിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിരിക്കാൻ പറ്റുമോ നിനക്ക്? പറഞ്ഞോണ്ട് വന്നോളൂ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ. ജാടയാണോ? ജാടയാണോന്ന്? എടാ ആണെങ്കിൽ ആണെന്ന് പറയടാ. ആണ്. ആ ശരി ശരി. ഇനി ലച്ചൂസ് എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്ക്, ഞാൻ വരാം കേട്ടാ. ശരിക്കും ജാടയാണോ? എടി പോയടി. ഓക്കേ, ശരിയാക്കി തരാം കേട്ടാ. കനകം, നാളെ മാവാട്ടി വെക്കണം. അപ്പൊ പിന്നെ 2-3 ദിവസത്തിന് പ്രശ്നമില്ലല്ലോ. പിന്നെ കടയിൽ നിന്ന് മേടിക്കാൻ നിന്നാലേ ഭയങ്കര നഷ്ടമാ. ஆமா ஆமா, ரொம்ப நஷ்டம் தான். அதுவும் இங்க ஒரு கவர் பத்தாது இல்ல, 2-3 கவர் தேவைப்படும். ரொம்ப நஷ்டம் தான். സിദ്ധു മേടിച്ചോണ്ടെന്ന് ഉഴുന്ന് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. അത് നല്ല ഒന്നാന്തര ഉഴുന്ന്. അരി ഉഴുന്നും വെള്ളത്തിടാൻ മറക്കല്ലേ. இல்லம்மா, நான் போடுறேன். എന്റെ ലച്ചു, ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രമല്ലയോ? പിന്നെയും എന്തിനാ നീ ഇത് കഴുകുന്നേ? കഴുകിയ പാത്രം പിന്നെയും കഴുകിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കഴുകിക്കോ. വല്ലപ്പോഴും അല്ലേ അടുക്കളക്കാരത്തുള്ളൂ. അതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അമ്മൂമ്മ വെറുതെ ചൊറിയണ വർത്താനം പറയരുത് കേട്ടാ. ഈ സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പ്രായമായി കഴിഞ്ഞ ഒരു പക്വതയൊക്കെ ഉണ്ടാവും. എന്റെ അമ്മൂമ്മ പക്വത എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട് പോലുമില്ല. നീ ഇനി എന്നെ വയസ്സാം കാലത്ത് പക്വത പഠിപ്പിക്കാൻ നിക്കല്ലേ ലച്ചു. ഞാൻ ഇവിടെ ഒരാർക്കും ഒരു പ്രശ്നമില്ലാതെ മര്യാദയ്ക്ക് പാത്രം കഴുകിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? അപ്പൊ അമ്മൂമ്മ അല്ലേ ഈ അടുക്കള പിശാചിനെ പോലെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ എന്തോ പറഞ്ഞേ? ഞാൻ അടുക്കള പിശാചാന്നോ? அம்மா அந்த மாதிரி இல்ல, அவசரம். അടുക്കള പിശാചി എന്ന് ഞാൻ അടുക്കള പിശാചി പോലെ എന്നാ പറഞ്ഞത്. പോലെ എന്ന് പറഞ്ഞാൽ ഞാനാന്നാ അതിന്റെ അർത്ഥം. എന്റെ അമ്മൂമ്മ ഒന്നാമത് എനിക്ക് തല്ലിപ്പൊട്ടിക്ക്, നീ മൊത്തം തല്ലിപ്പൊട്ടിക്ക്. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഞാനും നീയും കൂടെ ശരിയാവത്തില്ല. വേണ്ടേ, വലിയ ഭാര്യയാന്ന് പറഞ്ഞോണ്ട് നിക്കല്ലേ. ഭർത്താവുണ്ടെന്നൊന്നും ഞാൻ നോക്കത്തില്ല. അടിച്ച് ഞാൻ ശരിയാക്കി കളയും കേട്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. നീ നോക്കി പഠിപ്പിക്കുന്നേ. ഞാൻ ഉണ്ടായത് പ്രശ്നം തീരുന്നില്ലേ? ഞാൻ ഇന്നുന്നില്ല. അല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, മൂത്ത് നോക്കി പറ. അമ്മൂമ്മ ഒന്ന് പോയി തരുമോ ഇവിടെ നിന്ന്? ഞാൻ പോവാ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. லெச்சு, நீ சொன்ன அந்த அடுக்கள பிசாசு இருக்குல்ல, அது கேரளத்துல மட்டும்தான் இருக்கா? எங்க ஊர்ல எல்லாம் இல்லப்பா. രണ്ടെണ്ണത്തിനെ പോകുമ്പോ തന്നു വിടട്ടെ, കൊണ്ടേ വളർത്ത്. ஐயோ, மதுரையில எல்லாம் போகும்போது வேண்டாம். அது அடுക്കള பிசாசு இருக்குல்ல, அது எப்படி இருக்கும் பாக்குறதுக்கு? ഇപ്പൊ ഒരാൾ അങ്ങോട്ട് പോയില്ലേ, അന്ത മാതിരി ഇരിക്കും പാക്കുறதுக்கு. ஐயோ, அப்படின்னா எனக்கு வேண்டவே வேண்டாம்.